എന്ത് ചെയ്താലും കിടിലൻ. പ്രൊമോഷൻ വീഡിയോയ്ക്ക് പോലും റിപ്പീറ്റ് വാല്യൂവും അന്യായ ക്വാളിറ്റിയും. കോവിഡ് കാലത്ത് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയവരാണ് സെലിബ്രിറ്റി കപ്പിളായ ജിസേലും വിമലും. ഇരുവരും എഴുതി സംവിധാനം ചെയ്ത അഭിനയിക്കുന്ന വെബ് സീരീസുകളെല്ലാം വൻ ഹിറ്റാണ്. യൂട്യൂബ് 20 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുണ്ട് ജിസ്മ ആൻഡ് വിമൽ എന്ന ഇരുവരുടെയും യൂട്യൂബ് ചാനലിന്. നിരവധി സിനിമകളിലും ഇരുവരും ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. പൈങ്കിളിയുടെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശംസ നേടിയത് ജിസ്മയുടെ പ്രകടനത്തിനായിരുന്നു. ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷം 2 വർഷം മുമ്പായിരുന്നു ഇരുവരും വിവാഹിതരായത്. ചുരുക്കം ആളുകളെ മാത്രം പങ്കെടുപ്പിച്ച ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിംഗ് ആയിരുന്നു. ഇപ്പോഴത്തെ വിവാഹം ചുരുക്കുന്നതിനെക്കുറിച്ചും പ്രണയം കുടുംബം അറിഞ്ഞപ്പോഴുണ്ടായ പ്രതികരണവും പങ്കുവയ്ക്കുകയാണ് ജിസ്മയും വിമലും. ഇൻ്റർകാസ്റ്റ് മാരേജ് എന്നായിരുന്നു കുടുംബങ്ങൾ ആദ്യം ബന്ധത്തെ എതിർക്കാൻ കാരണമായതെന്നും മൈൽസ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിൽ ഇരുവരും പറഞ്ഞു. വിവാഹം എന്നത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു മൊമെൻ്റ് അല്ല. മാത്രമല്ല, ഞങ്ങളുടേത് ഇൻ്റർകാസ്റ്റ് മാരേജാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുചേരലുമായിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും മാത്രം പങ്കെടുപ്പിച്ചുള്ള ചടങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈൻ മീഡിയ പങ്കെടുപ്പിച്ചാൽ അവർക്ക് അത് അൺകംഫർട്ടബിൾ ആയിരിക്കും. നമ്മളെപ്പോലെ അല്ലല്ലോ. കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എൻജോയ് ചെയ്യാനുള്ള മൊമെൻറ്റുകളും അവർക്ക് പരസ്പരം ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള മൊമെൻറ്റുകളും മീഡിയ വന്നാൽ ചിലപ്പോൾ മിസ്സാകുമെന്ന് തോന്നി. പിന്നെ ആളുകൾ കൂടുന്തോറും പൈസ നല്ലോണം ചിലവാകില്ലേ, എന്തിനാണ് ഇത്രയേറെ പണം ചിലവഴിച്ച് വിവാഹം കഴിക്കുന്നതെന്ന് തോന്നി. അതുകൊണ്ട് ഒരു ഗുണവുമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരാകുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ മാത്രം മതിയെന്ന് കരുതിയിരുന്നു. വിവാഹം നടന്ന വർഷമാണ് യൂട്യൂബിൽ നിന്നും വന്ന വരുമാനം കൊണ്ട് സേവിങ്സ് ഞങ്ങൾ കുറിച്ചുണ്ടായത്. ഞങ്ങളുടെ ഫാമിലിയുടെ കയ്യിൽ വിവാഹത്തിനുള്ള സേവിങ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള പരിപാടിയായതുകൊണ്ട് ചിലവും ഞങ്ങൾ തന്നെ എടുത്തു. ഞങ്ങളെക്കാൾ പ്രാധാന്യം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമെന്നാണ് അന്നേ ദിവസം കൊടുത്ത് ഇരുവരും പറഞ്ഞു. പൈസ ചിലവഴിക്കുന്ന കാര്യത്തിൽ വിമലിന് പേടിയാണ്. സമ്പാദിക്കുന്നുണ്ടെങ്കിലും പേടിയാണ്. ട്രാവൽ ചെയ്യാൻ പോയാലോ എന്ന് പറഞ്ഞാൽ പേടിയാണ്. പുറത്തു നിന്ന് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞാലും പേടിയാണ്. കാരണം ചെറുപ്പം മുതൽ വളരുന്നത് അങ്ങനെയാണല്ലോ. ഒരുപാട് ചിലവഴിക്കുന്നത് എന്ന് പറഞ്ഞതാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ അത്ര പറയാറില്ല. വിമലിൻ്റെ വീട്ടിൽ കുറച്ച് അധികമായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് പണം ചിലവഴിക്കുമ്പോൾ വിമൽ നെർവസ് ആകുമെന്ന് ജിസ്മ പറയുന്നു. വിവാഹത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത് ജിസ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു. വിമലുമായുള്ള റിലേഷൻഷിപ്പ് ആദ്യം അമ്മയുടെയും അനിയൻ്റെയും അടുത്താണ് പറഞ്ഞത്. 2 മതമാണെന്ന് ആദ്യം അവർക്ക് ഉൾക്കൊള്ളാൻ പാടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ഇടുന്നതും അതൊക്കെ സക്സസ്ഫുള്ളാകുന്നതും ഒന്നിച്ച് നിൽക്കുന്നതെല്ലാം അവർ കണ്ടു. പിന്നെ എല്ലാത്തിൻ്റെയും അവസാനം ഞങ്ങളുടെ സന്തോഷമാണ് വലുതെന്ന് അവർക്കും തോന്നി. മാതാപിതാക്കളുടെ സമ്മതത്തോടെ വിമലിനെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എൻ്റെ അപ്പം ആദ്യം വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. തൻ്റെ സമ്മതത്തോടെ നടക്കില്ലെന്ന് തന്നെയാണ് പപ്പ പറഞ്ഞത്. കുറേ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പ സമ്മതിച്ചു. എൻ്റെ കാര്യം അപ്പയുടെ ബ്രദറാണ് പറഞ്ഞത്. മക്കൾ സന്തോഷമായി ജീവിക്കുന്നതല്ല നമുക്ക് കാണേണ്ടത്, അതുകൊണ്ട് അത് നടത്തിക്കൊടുത്തൂടെ എന്ന് ബ്രദർ ചോദിച്ചപ്പോൾ അപ്പയും സമ്മതം മൂളിയെന്നും ജിസ്മ കൂട്ടിച്ചേർത്തു.